ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോഡൈനാമിക്സ് 1 എന്ന പേപ്പറിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് ഫീൽഡ് ഇൻ മാറ്റർ ആണ്. അതിലത്തെ ആദ്യത്തെ ടോപ്പിക് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്? An electric dipole is a system of two equal and opposite charges separated by a small distance. ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ചാർജസ് ഒരു ഡി എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അതായത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, അതായത് -q ആൻഡ് +q ആണെന്ന് ഇവിടെ കൺസിഡർ ചെയ്യുക. അത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിസ്റ്റത്തിനെ നമ്മൾ എന്ത് പറയുന്നു? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നു. ഇവിടെ ഡി എന്ന് സൂചിപ്പിക്കുന്നത് ഇവ തമ്മിലുള്ള ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. -q മൈനസ് ചാർജ്, +q പ്ലസ് ചാർജ്. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഒരു ഡി ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരു സിസ്റ്റത്തിനെ നമ്മൾ എന്ത് പറയുന്നു? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നു. ഇനി ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിനെ നമ്മൾ സ്മോൾ p ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ ആൻഡ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ചാർജസ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ സ്ട്രെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് അതിൻ്റെ ഏതെങ്കിലും ഒരു ചാർജ് ഇൻറ്റു അത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും അതിൻ്റെ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. സോ നമുക്ക് P ഈസ് ഈക്വൽ ടു Q ഇൻറ്റു ഡി. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജ്, ഇൻറ്റു ഡി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചാർജ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇതിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് തരും? സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ തരും. Dipole moment is a vector quantity having the direction from -q to +q. Dipole moment എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ഡയറക്ഷൻ -q മുതൽ +q വരെ ആയിരിക്കും. Electric potential due to an electric dipole is given by V is equal to P cos theta by 4 pi epsilon 0 r square, which can be written as P dot r divided by 4 pi epsilon 0 r square. ഒരു ഇലക്ട്രിക് ഡൈപോൾ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. ഇവിടെ R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഡൈപോൾ ടു ദ പോയിന്റ്. അതായത് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നും ഏത് പോയിന്റിലെ പൊട്ടൻഷ്യലാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. തീറ്റ ദ ആംഗിൾ ബിറ്റ്വീൻ P ആൻഡ് R. ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും നമ്മൾ പിയും തമ്മിലുള്ള ആംഗിളാണ് എന്ത്? തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇലക്ട്രിക് ഡൈപോൾ അവിടെ വരച്ചിട്ടിരിക്കുന്നത്. അതായത് ഇവിടെ ഇലക്ട്രിക് ഡൈപോൾ കാണിച്ചിട്ടുണ്ട് അല്ലേ? -q +q ഒരു d ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഇലക്ട്രിക് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നും r ഡിസ്റ്റൻസിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് ഈ ആറും നമ്മുടെ ഈ ഡൈപോൾ മൊമെൻറ്റും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഇനി ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞു. ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് P/4 pi epsilon 0 r³ 2 cos θ r + sin θ ഇവിടെ r നമുക്കറിയാം, തീറ്റയും നമുക്കറിയാം. ഓക്കെ, then electric field E can be rewritten as P/4 pi epsilon 0 r³ into √3 cos square θ + 1. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൽ പറയാനുള്ളത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് സബ്സ്റ്റൻസ് കൺസിഡറിങ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. അതായത് നമുക്കറിയാം മാറ്ററിനെ അതിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് അനുബന്ധിച്ച് മൂന്നായിട്ട് തരംതിരിക്കാം. കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. അതായത് അതിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് മാറ്ററിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും എന്താണെന്നാണ് പറയുന്നത്. കണ്ടക്ടേഴ്സിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. So these are the substance with unlimited supply of electric charges. Conductors എന്തുണ്ടാവും? Unlimited supply of electric charges ഉണ്ടാവും, which can freely roam within the substance. ആ ഇലക്ട്രിക് ചാർജിന് അതിന് സബ്സ്റ്റൻസിൻ്റെ ഉള്ളിൽ കൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇതിനൊരു എക്സാമ്പിളാണ് മെറ്റൽ ഹാവിങ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇനി ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ അതിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വളരെ അധികമായിരിക്കും. These are the substances which do not have free charges. അതിന് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് അധികമായതുകൊണ്ട് തന്നെ
അതിൽ എന്തുണ്ടായിരിക്കില്ല? ഫ്രീ ചാർജസ് ഉണ്ടായിരിക്കില്ല. ഓൾ ചാർജസ് ആർ attached to the specific atom or molecules. At the maximum, the charges can have displacement of very small amount within the atom or the molecule. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ചാർജസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ഇൻസുലേറ്ററിൻ്റെ ബിഹേവിയർ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ട് മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഡൈ ഇലക്ട്രിക് എന്ന് പറയുന്നു. എക്സാമ്പിൾ വാട്ടർ, ഗ്ലാസ്, ഓയിൽ, മൈക്ക എക്സെട്ര. അതായത് ദ ഇൻസുലേറ്റർ ഹൂസ് ബിഹേവിയർ ഗെറ്റ്സ് മോഡിഫൈഡ് അണ്ടർ ദ ആക്ഷൻ ഓഫ് എൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഡൈ ഇലക്ട്രിക്. നമ്മുടെ ഒരു ഇൻസുലേറ്ററിൻ്റെ ബിഹേവിയർ നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ദെൻ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഡൈ ഇലക്ട്രിക് എന്ന് പറയുന്നു. ഇതിന് എക്സാമ്പിൾ ആണ് എന്ത്? വാട്ടർ, ഗ്ലാസ്, oil, mica, etc. Okay, if the behavior of the dielectric is independent of the direction of the applied electric field, then it is called isotropic dielectric. അതായത് നമ്മൾ ഡൈഇലക്ട്രിക്കിൻ്റെ ബിഹേവിയർ നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഐസോട്രോപിക് ഡൈഇലക്ട്രിക് എന്ന് പറയും. If the behavior of the dielectric depends on the direction of the electric field, then it is called anisotropic dielectric field. അതായത് ഈ നമ്മുടെ ഡൈഇലക്ട്രിക്കിൻ്റെ ബിഹേവിയർ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഡൈഇലക്ട്രിക്സിനെ നമ്മൾ അനൈസോട്രോപിക് ഡൈഇലക്ട്രിക് എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റാണ് നോൺ പോളാർ ആൻഡ് പോളാർ ഡൈഇലക്ട്രിക്സ്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് പോയിൻ്റായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വാട്ട് ഈസ് നോൺ പോളാർ ഡൈഇലക്ട്രിക്സ്? സിമ്പിൾ പോയിന്റ്സ് ആയിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നോൺ പോളാർ ഡൈഇലക്ട്രിക്സ്, they are the materials that do not have a permanent electric dipole moment, that do not conduct electricity, and that can be polarized by an external electric field. Example for non-polar dielectric: glass, mica, ceramic, and most of the plastic. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നോൺ പോളാർ ഡൈഇലക്ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽസ് ആണ് അല്ലേ? അതിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്? അതിന് ഒരു പെർമനൻറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. ഈ മെറ്റീരിയൽസ് നോൺ പോളാർ ഡൈഇലക്ട്രിക് മെറ്റീരിയൽസിന് ഒരു പെർമനൻറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ ആ മെറ്റീരിയൽസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. പിന്നെ ഈ മെറ്റീരിയൽസിനെ നമുക്ക് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്തിട്ട് പോളറൈസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഗ്ലാസ്, മൈക്ക, സെറാമിക്, അതേപോലെ മോസ്റ്റ് ഓഫ് ദ പ്ലാസ്റ്റിക്സും നോൺ പോളാർ ഡൈഇലക്ട്രിക്കിന് എക്സാമ്പിളാണ്. ഇനി എന്താണ് പോളാർ ഡൈഇലക്ട്രിക്? പോളാർ ഡൈഇലക്ട്രിക് എന്ന് പറയുന്നതും സർട്ടൻ മെറ്റീരിയൽസ് ആണ് വിച്ച് ഹാവ് പെർമനൻറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് വിച്ച് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആൻഡ് വിച്ച് ക്യാൻ ബി പോളറൈസ്ഡ് ഫർദർ ബൈ എൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. പോളാർ ഡൈഇലക്ട്രിക് മെറ്റീരിയൽസിന് പെർമനൻറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ അതും ഈ മെറ്റീരിയൽസും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽസിനെ നമുക്ക് ഫർദർ പോളറൈസ് ചെയ്യാം. എങ്ങനെ? ബൈ അപ്ലൈയിങ് എൻ ഇലക്ട്രിക് ഫീൽഡ്. ഇതിന് ഉദാഹരണമാണ് വാട്ടർ, അമോണിയ, PVC എക്സെട്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഷോർട്ട് പോയിന്റ്സ് ആണ് നോൺ പോളാർ ഡൈഇലക്ട്രിക്സ് എന്താണ്, പോളാർ ഡൈഇലക്ട്രിക്സ് എന്താണ് എന്നുള്ളതിന്. ഡിയർ സ്റ്റുഡൻസ്, അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. In the case of dielectrics, external electric field applied exerts force on each charged particle on the molecule. Positive charges will experience force in direction of electric field while negative charges opposite to it. This results in the displacement of positive and negative charges in the opposite direction. നമുക്കറിയാം ഒരു ഡൈഇലക്ട്രിക്കിൽ ഒരു എക്സ്റ്റേണൽ
ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും അല്ലേ. അതിലിപ്പോൾ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും, നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് അതിൻ്റെ ഉള്ളിലുള്ള പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യും. എന്നാൽ നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾ കൊടുത്ത ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഫീൽഡിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്താവും, ഡിസ്പ്ലേസ് ചെയ്യും. സോ പോളറൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഓഫ് എൻ ആറ്റം ഓർ മോളിക്യൂൾ ഇൻ എ ഡൈ ഇലക്ട്രിക് മീഡിയം അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഡൈ ഇലക്ട്രിക് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്വാധീനത്തിൽ അതിൻ്റെ ഉള്ളിലുള്ള പോസിറ്റീവും നെഗറ്റീവും ചാർജസ് എന്താവുകയാണ്, ഡിസ്പ്ലേസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിൽ എന്തുണ്ടാവും, ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യും. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ആറ്റത്തിലെ അല്ലെ മോളിക്യൂൾസിലെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, റിലേറ്റീവ്ലി ഡിസ്പ്ലേസ്ഡ് ആവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളറൈസേഷൻ എന്ന് പറയുന്നത്. പോളറൈസേഷൻ ഇൻഡ്യൂസസ് ഇലക്ട്രിക് ഡൈപോൾസ് ഇൻ ദ മീഡിയം. ഈ പോളറൈസേഷൻ കാരണം ആ മീഡിയത്തിൽ എന്തുണ്ടാവും, ഇലക്ട്രിക് ഡൈപോൾസ് ഫോം ചെയ്യും. നൗ ദ ഡൈഇലക്ട്രിക് ഈസ് സെറ്റ് ടു ബി പോളറൈസ്ഡ്. ഇതിന് നമ്മൾ എന്ത് പറഞ്ഞു, ഈ ഡൈഇലക്ട്രിക് പോളറൈസ്ഡ് ആയി എന്ന് നമുക്ക് പറയാം. പോളറൈസേഷൻ P ഈസ് ദ മെഷർ ആസ് ദ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ ഡൈഇലക്ട്രിക് മീഡിയം. നമുക്ക് പോളറൈസേഷനെ ഇങ്ങനെയും കൂടി ഡിഫൈൻ ചെയ്യാം. എന്താണ്, ഇറ്റ് ഈസ് എ മെഷർ ആസ് ദ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. അത് ഒരു ഡൈഇലക്ട്രിക്കിൽ ഫോം ചെയ്തിട്ടുള്ള ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയത്തിനെ നമുക്ക് എന്ത് പറയാം, പോളറൈസേഷൻ എന്ന് പറയാം. സോ പോളറൈസേഷൻ P ഈസ് ഈക്വൽ ടു ഡൈപോൾ ക്യാപിറ്റൽ P ആണ് പോളറൈസേഷൻ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ p. സോ ഡൈപോൾ മൊമെൻറ്റ് ബൈ വോളിയം ഈസ് ഈക്വൽ ടു പോളറൈസേഷൻ. സോ ഡൈപോൾ മൊമെൻറ്റ് സ്മോൾ p can be written as capital P. Polarization into volume. Dipole moment also can be written as volume integral capital P. That means polarization into d tau. ഇങ്ങനെ ഈ മൂന്ന് ഫോമിൽ നമുക്ക് എഴുതാം. In a homogeneous isotropic dielectric medium, induced dipole moment P is proportional to the applied electric field. ഒരു homogeneous ഐസോട്രോപ്പിക് ഡൈഇലക്ട്രിക് മീഡിയത്തിൽ ഉണ്ടാവുന്ന ഡൈപോൾ മൊമെൻറ്റ് അവിടെ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് ക്യാൻ ബി ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഇ. ഹിയർ ആൽഫ ഈസ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. ഈ ആൽഫയെ നമുക്ക് മോളിക്യുലാർ പോളറൈസബിലിറ്റി എന്ന് വിളിക്കാം. ഇഫ് ദ ഡൈഇലക്ട്രിക് മീഡിയം ഈസ് അനൈസോട്രോപ്പിക്, നമ്മൾ ഡൈഇലക്ട്രിക് മീഡിയം അനൈസോട്രോപ്പിക് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പോളറൈസബിലിറ്റീനെ നമുക്ക് പോളറൈസബിലിറ്റി ടെൻസർ എന്ന് വിളിക്കാം. ഓക്കെ, ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഡൈപോൾ മൊമെൻറ്റ് Pനെ നമുക്ക് PXI പ്ലസ് PYJ പ്ലസ് PZK എന്ന് എഴുതാം അല്ലേ. ഇലക്ട്രിക് ഫീൽഡിനെ എങ്ങനെ എഴുതാം, EXI പ്ലസ് EYJ പ്ലസ് EZK എന്ന് എഴുതാം അല്ലേ. ഇതിനെ നമുക്ക് മെട്രിക്സ് ഫോമിൽ എഴുതുമ്പം PX PY PZ ഈക്വൽ ടു ആൽഫ ഇൻറ്റു EX EY EZ എന്ന് എഴുതാം. അതേപോലെ തന്നെ ആൽഫേനെ നമുക്ക് 3x3 മെട്രിക്സ് ഫോമിൽ എഴുതാം. PX PY PZ ഈക്വൽ ടു ആൽഫ XX ആൽഫ XY ആൽഫ XZ ആൽഫ YX ആൽഫ YY ആൽഫ YZ ആൻഡ് ആൽഫ ZX ആൽഫ ZY ആൽഫ ZZ. ഇലക്ട്രിക് ഫീൽഡിനെ EX EY EZ എന്ന് എഴുതാം. ഇതിന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്ന സമയത്ത് PX ഈക്വൽ ടു ആൽഫ XX ഇൻറ്റു EX പ്ലസ് ആൽഫ XY ഇൻറ്റു EY പ്ലസ് ആൽഫ XZ ഇൻറ്റു EZ എന്ന് എഴുതാം. അതേപോലെ PYയും PZും നമുക്ക് എഴുതാം. ഒരു ഇക്വേഷനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, റിലേഷൻ ബിറ്റ്വീൻ ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ അനൈസോട്രോപ്പിക് മീഡിയം. ഈ ഒരു ഇക്വേഷൻ എന്തിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്, അനൈസോട്രോപ്പിക് മീഡിയത്തിലുള്ള ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. സോ പോളറൈസേഷൻ എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്.